എം സ്വരാജിന്റെ പോസ്റ്റ് അവസാനിക്കുന്ന ഒരു വാക്കുണ്ട്, കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. CPM എന്ന് പറയുന്ന സംഘടന കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരേണ്ട ഒരു സംഘടനയാണ്. എല്ലാ കാലത്തേക്കും പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങിപ്പോകേണ്ടതോ ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് വരാതിരിക്കേണ്ടതോ ത്രിപുര പോലെയോ ബംഗാൾ പോലെയോ മുച്ചൂടും മുടിഞ്ഞു പോകേണ്ടതോ ഒരു പാർട്ടിയല്ല ഇടതുപക്ഷവും CPM-ഉം. അത് കൊടുങ്കാറ്റ് പോലെ തന്നെ തിരിച്ചു വരേണ്ട ഒരു പാർട്ടിയാണ്. പക്ഷേ എങ്ങനെയാണെന്നറിയാമോ? തിരുത്തിക്കൊണ്ട് എന്നുള്ളതുണ്ട്. അല്ലാതെ എം സ്വരാജ് എഴുതി വച്ചിരിക്കുന്ന സാഹിത്യമുണ്ടല്ലോ, ഇത് അനർഹമായ പരാജയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ പെടലിക്ക് ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അങ്ങനെയല്ല തിരിച്ചു വരേണ്ടത്. നോക്കൂ, ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും ഈ സൈബർ ഇടങ്ങളിൽ നമ്മൾ പാർട്ടിയെ വിമർശിക്കാൻ വെമ്പി നിന്നവർ പറയുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്കേ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. കാരണം ഇന്നും ഇത് ചെല്ലുന്നത് ബധിരമായ കർണങ്ങളിലേക്കാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെയേ ശീലിക്കൂ എന്നതാണ് പ്രശ്നം. ഈ പാർട്ടി തിരുത്താൻ തയ്യാറാകും, പക്ഷേ തിരുത്താൻ അനുവദിക്കാത്ത അണികൾ ഈ പാർട്ടിക്കുണ്ടായിപ്പോയി. പാർട്ടി മെമ്പർഷിപ്പ് എന്നൊന്നുണ്ടായിരുന്നു. അത് എത്ര പാവനമായിരുന്നു എന്നറിയാമോ? പാർട്ടിയിൽ പണിയെടുത്ത് പാർട്ടി ആശയങ്ങളിൽ വളർന്നു വന്ന് പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി അത് സാധാരണ മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്ന പാർട്ടി അംഗത്വം എന്നൊന്ന് ഈ നാട്ടിലുണ്ടായിരുന്നു. പാർട്ടി അംഗത്വമുള്ളവരാണോ ഇന്ന് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തീരുമാനിക്കുന്നത്? അല്ല, സൈബർ ഇടങ്ങളിലെ മുഖമില്ലാ കൂട്ടങ്ങളാണ് പാർട്ടിയുടെ നെറേറ്റീവ് തീരുമാനിക്കുന്നത് എന്ന ഘട്ടത്തിലേക്ക് ഈ പാർട്ടി പോയിട്ട് എത്ര കാലമായി? തിരുത്താൻ കഴിയുമോ? കൂടഴിച്ചു വിട്ട കടന്നൽ കൂട്ടത്തെ തിരിച്ചു വിളിക്കാൻ കഴിയുമായിരുന്നോ? വ്യക്തിയധിക്ഷേപം, അപമാനം, ഈ നിലയ്ക്ക് ഇത് കഴിഞ്ഞു പോയില്ലേ? ആരൊക്കെയായിരുന്നു ഇവിടുത്തെ ആധ്യാത്മിക ആചാര്യന്മാർ? ഇവർ ഈ നേതാക്കൾ തീരുമാനിച്ചാൽ പോലും അവരെ തിരുത്താൻ അനുവദിക്കില്ലായിരുന്നു എന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി സ്വയം വിമർശനം എന്നൊന്ന് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പാർട്ടിസൺ ജേർണലിസം എന്ന് പറയുന്ന ഒന്ന് വളരെ ഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട കാലമാണിത്. ഒന്നുകിൽ നിങ്ങൾ ഒരു പക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ മറുപക്ഷം എന്ന നിലയ്ക്ക് ഈ നാട്ടിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും മറ്റൊന്നുണ്ടല്ലോ, നല്ല ഇടതുപക്ഷം. എന്തൊരു അധിക്ഷേപമായിരുന്നു! നല്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് മാറ്റി നിർത്തിയ കുറേ മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. അതിലൊരാൾ വി കുഞ്ഞികൃഷ്ണനാണ്, കള്ളൻ എന്ന് വിളികേട്ട വി കുഞ്ഞികൃഷ്ണൻ. അതിലൊരാൾ TK ഗോവിന്ദനാണ്, സ്ഥാനമോഹി എന്ന് വിളിക്കേട്ട TK ഗോവിന്ദൻ. അതിലൊരാൾ G സുധാകരൻ. എനിക്ക് G സുധാകരനോട് വലിയ രാഷ്ട്രീയ എതിർപ്പൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾക്ക് ജനങ്ങൾക്കിടയിൽ അവസരം കിട്ടുന്നതും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നതും എന്തുകൊണ്ടാണ് എന്നറിയാമോ? അത് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാതെ പോകുന്നത് കൊണ്ടാണ് എന്നതാണ് എനിക്ക് പറയേണ്ടത്.